കാണാം. അതിഥി തൊഴിലാളി ക്യാമ്പുകളുടെ നിലവാരം ഉൾപ്പെടെ വിലയിരുത്തുന്നതും സിന്ധു തന്നെ. എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ 1.5 വയസ്സിൽ പോളിയോ വന്നതാണ്. രണ്ട് കാലിലും റെസിഡ്വൽ പാരാലിസിസ് ആണ്. റിപ്സ് ആൻഡ് ഹിപ്സ് ഉണ്ട്. 60% ഡിസബിലിറ്റി. അപ്പം അത് വെച്ച് അതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നിലേക്കും ബാക്കിലേക്ക് പോകരുതെന്നാണ്. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ഒരു അവസ്ഥയിൽ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ എൻ്റെ വകുപ്പിനോട് ഒരു ലീവൊക്കെ ആവശ്യപ്പെട്ട എൻ്റെ വകുപ്പ് എനിക്ക് തരുമായിരിക്കും. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു എസ്കേപ്പ് ഫ്രം മൈ റെസ്പോൺസിബിലിറ്റീസ്. എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എനിക്കങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ സിറ്റുവേഷനിൽ എസ്കേപ്പ് ചെയ്യാൻ ഒട്ടും തന്നെ എനിക്ക് ഞാൻ സന്നദ്ധയല്ല. അതിലുപരി എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ജനങ്ങൾക്ക് സെർവ് ചെയ്യാന്നുള്ളത് വലിയൊരു ആത്മാഭിമാനത്തോടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ സെർവ് ദ പീപ്പിൾ എന്നല്ല പറയുന്നത്. 7 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ഇവർ പ്രവർത്തനത്തിൽ മറ്റുള്ളവരെക്കാൾ ഒരു ചുവട് മുന്നിലാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് അവധി ഉൾപ്പെടെ ആവശ്യമായ ഇളവുകൾ സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ കൂടി സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറാൻ സിന്ധുവിനെ പോലുള്ളവർ തയ്യാറല്ല. കിട്ടിയ അവസരം അവധിയാക്കാൻ